ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു എഫ്സെറ്റ് വെർഷൻ 1 ഫസ്റ്റ് എഡിഷനാണ്, കിക്കർ ഇല്ലാത്ത ടൈപ്പ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മളൊരു കിക്കർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അത് ബാറ്ററി ഇല്ലാത്ത ടൈമിലും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയ ടൈമിൽ നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിതിലേക്കൊരു കിക്കർ ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. You put me through, I give it up to you, I do it all for you. Maybe this feeling's overdue. You're uninvited, you wanna hold me close, but I know what you have to. Yeah, yeah, yeah. Why are you hiding? Tell me, what must I do? Come to you, come to you. You're mine, mine, mine. It's right, right, right. It's right, 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 right now. Why are you hiding? Tell me, what must I do? Come to you, come to you. ഒരു കിക്കർ വരുന്ന ഒരു കേസ് വെർഷൻ 1ൻ്റെ തന്നെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇത് പുളി മാർക്കറ്റിൽ നിന്ന് എടുത്താണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒരു റാച്ചറ്റ് സ്റ്റോപ്പറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പർ വേണം. അതുപോലെ തന്നെ ഒരു കിക്കർ വീലും അതിൻ്റെ ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾഡ് തന്നെ എടുത്ത് പുതിയത് ഇടേണ്ടവർക്ക് പുതിയത് ഇടാം. അതുപോലെ തന്നെ പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പ്രിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് ഒരു വീൽ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ആ ഒരു എഞ്ചിനിൽ തന്നെ അഴിച്ചെടുത്തു. ഇത് വെറുതെ ഡമ്മി ആയിട്ട് ഇട്ടേക്കണതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഗിയർ ആ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടില്ല എന്നപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ സ്പെയർ ചെയ്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗിയർ ഉണ്ട്. അപ്പോൾ ആ ഗിയർ അഴിച്ചെടുക്കുക. ഈ ഗിയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ വാഷറുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു സർക്കിൾ ലോക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അഴിക്കുക. ഇതിന് പകരം ഈ വീല് അതിനകത്ത് കയറ്റിയിടുക. ഈ സർക്കിൾ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിടുക. ശേഷം നമ്മൾ കിക്കർ ഷാഫ്റ്റ് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെയാണ് ആ ഒരു റാച്ചറ്റ് സ്റ്റോപ്പർ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കിക്കർ ഷാഫ്റ്റിൽ ഈ ഭാഗത്തേക്കാണ് ഫിറ്റായി വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വാഷറും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റാച്ചറ്റിൻ്റെ സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ കിക്കർ ഷാഫ്റ്റ് കയറ്റിയിടാൻ പോകണം. അപ്പോൾ ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ടൊരു വാഷറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റാച്ചറ്റ് ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ആകുന്ന ഭാഗത്തിന് കയറ്റിയിടാം. കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കിക്കർ ലോഡ് ചെയ്ത് വേണം ഇടാനായിട്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സൗണ്ട് കേൾക്കും.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കിക്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിക്കർ ലോഡ് ചെയ്തു. നമ്മൾ സപ്പോർട്ടിനായിട്ട് ഈ ഒരു വീല് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീലാണ് നമ്മുടെ ക്ലച്ചിൽ ആ ഒരു വീലിനെ തിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉള്ളിലെ റാച്ചറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കിക്കർ ലോഡ് ചെയ്തിട്ടുണ്ട്. കിക്കർ ലോഡ് ചെയ്ത് നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തിരിക്കുന്ന ടൈമിൽ ഇത് നമ്മുടെ നെട്ടും പൊട്ടൊക്കെ കഴിക്കുന്ന റാച്ചറ്റാണ്. അപ്പോൾ ഈ ഒരു റാച്ചറ്റ് ഇതുപോലൊരു സൗണ്ട്, ഇങ്ങനെ ഒരു സൗണ്ട് നമ്മൾ ഈ ഒരു വീല് തിരിക്കുന്ന ടൈമിലും വരും. അപ്പോൾ ആ ഒരു ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തത് പ്രോപ്പറാണെന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യുക. നോർമലി പിന്നെ നമുക്ക് കിക്കർ അടിച്ച് യൂസ് ചെയ്യാനായിട്ട് നമ്മളപ്പോൾ ക്ലച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡ് കവർ കയറ്റിയിടുക, അതുപോലെ തന്നെ കിക്കർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാക്കിങ് നമ്മൾ മസ്റ്റായിട്ട് മാറ്റിയിരിക്കണം. നമ്മൾ അടിക്കുമ്പോൾ അതിലുള്ള പാക്കിങ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം പാക്കിങ് എന്തായാലും മാറ്റിയിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി പാക്കിങ് മാറ്റിയ ഒരു സൈഡ് കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ കിക്കറില്ലാത്തൊരു F-Z വെർഷൻ 1 നമ്മൾ കിക്കർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു ഫണ്ടിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാറ്ററി ഇല്ലാതെ സെൽഫില്ലാത്ത വരുന്ന ഒരവസ്ഥയിലൊക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരില്ല. കിക്കർ അടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുത്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്